സാധാരണ ഒരാൾക്ക് ഒരു വോട്ടർ ഐ ഡിയെ കാണുള്ളൂ. പ്രകാശ് രാജിനുള്ളത് 4 വോട്ടർ ഐ ഡിയാണ്. ചിന്നയ്യയ്ക്ക് പണം വാഗ്ദാനം ചെയ്ത് ഈ പറയുന്ന ഗൂഢാലോചന നടത്തി എന്നുള്ളതിന് പുറകെ വരികയാണ്. കോടതി പറഞ്ഞിട്ടുണ്ട് ഇയാളെ പിടിച്ച് അകത്തിടണമെന്ന്. ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പ്രവൃത്തി ഇല്ലെങ്കിൽ ആ ടെൻഡൻസി പ്രകാശ് രാജിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ തെളിയിക്കപ്പെടുന്നത്. 4 വോട്ടർ ഐ ഡി ഇരിക്കുക, അപ്പോൾ 4 വോട്ട് ചെയ്ത് കാണുമല്ലോ സ്വാഭാവികമായിട്ടും. ഈ പറയുന്ന ധർമ്മസ്ഥലയുമായിട്ട് ബന്ധപ്പെട്ട വമ്പൻ ഗൂഢാലോചനകളുടെ ആള്. ഇപ്പോൾ 1-2 കേസല്ല വരാൻ പോകുന്നതൊന്നും പറയും, ഇനിയും അപ്പോൾ തെളിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ? അതായത് ഇത് പ്രകാശ് രാജ് തന്നെ സത്യത്തിൽ ഇത് വന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ടതാണ്. കാര്യം വളരെ വോക്കലായിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റാണ്. അതെ, അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടായിരിക്കാം, പക്ഷേ BJP ആൻറ്റി ഇന്ത്യ അത് പക്ഷേ പുള്ളി ആക്ടിവിസ്റ്റാണ്. ആ ആക്ടിവിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഐഡൻറ്റിക്കലായിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റാണ്. അതായത് ഈ പറഞ്ഞതുപോലെ ആൻറ്റി BJP അല്ലെങ്കിൽ ആൻറ്റി മോദി എന്നൊരു നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. അതോടൊപ്പം തന്നെ അതിന് കാരണമായിട്ട് അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ്, സെക്യുലറിസ്റ്റിക് പ്രിൻസിപ്പിൾസ്, അതേപോലെ ധാർമ്മികത, അങ്ങനെയുള്ള മാനവികത, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇതിനെല്ലാം എതിരാണ് BJPയും കേന്ദ്രഭരണവും പ്രധാനമന്ത്രിയും എന്നൊക്കെയാണുള്ള ഒരു നറേറ്റീവിലൂടെയാണ് രാഷ്ട്രീയ രംഗത്ത് ഈ പ്രകാശ് രാജ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. അദ്ദേഹം നല്ല നടനാണ്, സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല തമിഴ് ചിത്രങ്ങളും ഒക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഏറ്റവും ഉചിതമായതും അതുതന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സന്ദർഭങ്ങളിലും അദ്ദേഹം പറയുന്ന സംഗതികളിൽ യുക്തിഭദ്രമല്ലാത്ത കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു സിനിമാ നടനാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ സമൂഹത്തിൻ്റെ പിന്നെ പോക്കിലും അല്ലെങ്കിൽ ചലനങ്ങളിലും ഒക്കെ താല്പര്യമുണ്ടെന്നറിയുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പം നമുക്ക് അദ്ദേഹത്തിനോട് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഒരു സാമൂഹിക ബോധം വെച്ച് പുലർത്തുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധം വെച്ച് പുലർത്തുന്ന, രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെ കാണുന്നത് തെറ്റില്ല. പക്ഷേ അങ്ങനെയുള്ള വ്യക്തി, ആ വ്യക്തിയുടെ ഈ പേഴ്സണൽ ബിഹേവിയർ അതിനകത്തും വളരെ ഒരു സുതാര്യത ഉണ്ടാവണം. അതിനകത്ത് അതേപോലെ തന്നെ ബോധപൂർവമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയാവരുത്. ഇപ്പോൾ അത് സ്വകാര്യമാണ് എന്ന് പറഞ്ഞാലും അറിഞ്ഞുകൊണ്ട് തെറ്റുകളിലും അറിഞ്ഞുകൊണ്ട് കുറ്റകൃത്യങ്ങൾക്ക് സമാനമായ ഇടപാടുകളിലും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ തന്നെ ഈ ധർമ്മസ്ഥല ഈ ആക്ഷേപം, അതിനകത്തുള്ള ഗൂഢാലോചനയുടെ ആക്ഷേപം അദ്ദേഹത്തിൻ്റെ പുറത്ത് ചാർത്തപ്പെട്ടിട്ടുണ്ട്. അത് തെളിയിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ 4 ID കാർഡ്. ഇതെന്തിനു വേണ്ടി അദ്ദേഹം ഈ 4 ID കാർഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ അത്ര എളുപ്പമുള്ള കാര്യമല്ലത്. ഇപ്പം നമ്മൾ പലരോടും ചോദിച്ചു നോക്കുമ്പോഴത്തേക്ക് വോട്ട് ചെയ്യാത്തവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയുന്നത് ഈ വോട്ടർ കാർഡ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം മെനക്കെടാൻ വയ്യാതായി ഇതുകൊണ്ട് സംഭവിച്ചതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ സിനിമാ നടനും വളരെ പ്രശസ്തനും സെലിബ്രിറ്റിയുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു സ്ഥലത്ത് ചെന്ന് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ദുരുപയോഗം ചെയ്തുകൊണ്ടായിരിക്കണം ഒരു പക്ഷേങ്കിൽ ഈ ID കാർഡ് എടുത്തിരിക്കുക. അതായത് കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഈ 4 സ്ഥലങ്ങളിൽ കേരളം മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. കേരളത്തിൽ എന്തെങ്കിലും പ്രകാശ് രാജിന് ഇഷ്ടം പോലെ ഫോളോവേഴ്സുള്ള സ്ഥലമാണ് കേരളം. ഇവിടെ വേണേൽ എടുക്കാമായിരുന്നു. അങ്ങനെ ആകുമ്പോൾ സൗത്ത് ഇന്ത്യ മുഴുവൻ ഏകദേശം അദ്ദേഹത്തിന് ID കാർഡ് ഉള്ള ഒരു രീതി. ഇത് ബോധപൂർവം ചെയ്തൊരു നടപടിയാണ്. എന്തുകൊണ്ട് ഈ കോടതി ഈ സമൻസ് അയച്ചിട്ടും അദ്ദേഹം ഹാജരായില്ല? അപ്പോൾ ഹാജരാകാതിരുന്നത് അദ്ദേഹത്തിന് റീസൺ ഉണ്ടാകും. പക്ഷേ എന്തായാലും ഇപ്പം ബാംഗ്ലൂരിലുള്ള കോടതി അദ്ദേഹത്തിന് ഈ ജാമ്യമില്ലാത്ത വാറണ്ട് അയച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന സംഗതിയാണ്. എന്തുകൊണ്ട് പ്രകാശ് രാജ് 4 ID കാർഡുകൾ എടുത്തു? സാധാരണ നമ്മളൊരു ID കാർഡ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് നമ്മൾ താമസം മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടത്തേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ അത് മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് എവിടെയായിരുന്നോ ഈ ID കാർഡ് ഉണ്ടായിരുന്നത് അത് സറണ്ടർ ചെയ്തിട്ടാണ് പുതിയ ID കാർഡ് എടുക്കേണ്ടത്. പക്ഷേ ഇത് ലൈവായിട്ടുള്ള 4 ID കാർഡാണെന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത്. അവിടെ അത് വളരെ കുറ്റകരമായൊരു പ്രവൃത്തിയാണ്. നമ്മുടെ നിയമം അനുസരിച്ചിട്ട് ഈ 1 വർഷം തടവോ അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഇവിടെ ചേർന്നുള്ള ശിക്ഷയോ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ 4 ID കാർഡ് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സാധ്യത അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തുറന്നു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ കോടതി ഇപ്പോൾ ഈ ജാമ്യമില്ലാ വാറണ്ട് അയച്ചിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഇനിയിപ്പം
എന്ത് നടപടിയാണ് ഇനി വരാൻ പോകുന്നത്. കാര്യം ഈ വാറണ്ട് നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മറ്റ് നിയമ നടപടികളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു അറസ്റ്റിലേക്ക് നീങ്ങുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇതുവരെ നമ്മൾ ഈ പ്രകാശ് രാജ് പറഞ്ഞ വാക്കുകളുടെ വിലയാണ് നമ്മൾ, അല്ലെങ്കിൽ വാക്കുകളുടെ പ്രസക്തിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നു? ഇത്തരത്തിലൊരു ഈ പറഞ്ഞ പോലെ ഇപ്പം ധർമ്മസ്ഥല ഈ ആക്ഷേപം അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു 4 ID കാർഡ് സൂക്ഷിക്കേണ്ട ആവശ്യകത അല്ലെങ്കിൽ എടുക്കേണ്ട കാര്യം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ളത് അദ്ദേഹം അത് വളരെ വ്യക്തമാക്കേണ്ടതാണ്. അത് ഇനിയിപ്പോൾ ഒരു ഡെവലപ്പിംഗ് സ്റ്റോറി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണത് പോകുന്നുള്ളത് നമുക്ക് കോടതിയുടെ നിലപാടും ഇദ്ദേഹം ആകുമോ അതോ അല്ലെങ്കിൽ ജയിലിലേക്ക് പോകുമോ എന്നൊക്കെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അൺഫോൾഡ് ചെയ്യേണ്ട ഒരു സ്റ്റോറിയാണ്. മാത്രമല്ല ഇദ്ദേഹം 2019 ബാംഗ്ലൂരിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിക്കുകയും ചെയ്തു. അപ്പോൾ അതിലായിരിക്കണം ആ സന്ദർഭത്തിലായിരിക്കണം കർണാടകയിൽ നിന്നുള്ള ID കാർഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം തെലങ്കാനയിലാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പലയിടത്തും ഇവർക്ക് വീടുകളൊക്കെ ഉണ്ടാവും. ചെന്നൈയിലുണ്ടാവും, തെലങ്കാനയിലുണ്ടാവും, ആന്ധ്രയിലുണ്ടാവും. പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം സ്ഥിരമായിട്ട് താമസിക്കുന്നത് തെലങ്കാനയാണെന്ന് എനിക്ക് തോന്നുന്നു. സ്ഥാനം ഞാനത് വ്യക്തമായിട്ട് അറിയില്ല. എങ്കിലും തെലങ്കാനയിലുള്ള അദ്ദേഹത്തിൻ്റെ വീടിനെ കുറിച്ചൊക്കെയുള്ള പിന്നെ വാർത്തകളും മറ്റൊക്കെ നമ്മൾ പലയിടത്തും ഇങ്ങനെ വായിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു മിഥ്യയായിട്ട് നമ്മുടെ പ്രകാശ് രാജ് നിൽക്കുകയാണ്. കാരണം പ്രകാശ് രാജിന് ഒരുപാട് ആരാധകരുണ്ട്. വിശേഷം കേരളത്തിലൊക്കെ ഒരുപാട് ആരാധകരുണ്ട്. സിനിമ കണ്ടുള്ള ആരാധകരുമുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ആക്ടിവിസത്തിൽ ആകൃഷ്ടരായ ആൾക്കാരുമുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ ഈ യഥാർത്ഥ ചിത്രം എന്തുകൊണ്ടാണ് ഈ 4 ID കാർഡ് ഇദ്ദേഹം എടുക്കാൻ പ്രേരിതനായത് എന്നുള്ളത് ഒരു കൗതുകത്തോടെ നമ്മളും കാത്തിരിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിനെ അതിന് പ്രാപ്തനാക്കിയത്? കാരണം വെറും ഒരു ഉദ്ദേശമില്ലാതെ അങ്ങനെ എടുക്കാൻ സാധ്യതയുണ്ടോ? സാർ, ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ. ഈ 4 സ്ഥലത്തും പോയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും കുറ്റമാണ്. അത് വലിയ കുറ്റമാണ്. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, അൺഫോൾഡ് ചെയ്യാനിരിക്കും സോറിയാ ഇനി നമ്മൾ കാണാനിരിക്കുന്ന വാർത്തകളാണ്. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നു. ആ 4 സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ അത് വലിയ കുറ്റമല്ലേ? അത് ഈ രാജ്യം ഒരാൾക്ക് നൽകുന്ന ഒരു ഉത്തരവാദിത്തമാണ്. അതൊരു അവകാശം മാത്രമല്ല. ഒരേ സമയം നമുക്ക് വോട്ടിംഗ് അവകാശവുമാണ്, വലിയ ഉത്തരവാദിത്തവും. തീർച്ചയായിട്ടും ഈ ജനാധിപത്യത്തിനോട്, ഈ നാടിനോട്, നമ്മുടെ സഹവസിക്കുന്ന ജനങ്ങളോട് ഒക്കെ ഉള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിനെ കളങ്കപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത ഒരു തെറ്റാണ് എന്നുള്ളതാണ്. അത് ഒരു കോടതി അംഗീകരിച്ചു കൊടുക്കാനും പോകുന്നില്ല. അതിന് തക്കതായ ശിക്ഷ ഉണ്ടെങ്കിൽ അത് അനുഭവിക്കുക അല്ലാതെ വേറൊരു മാർഗവും അതിനകത്തില്ല എന്നുള്ളത്. പക്ഷേ ഇതിനകത്ത് ദുരുദ്ദേശങ്ങളുണ്ടായിരിക്കണം. ഈ പറയുന്ന എന്തിന് വോട്ടർ ID എടുത്തു? എനിക്ക് ഒരു സംശയമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ടാക്സ് ഇളവ്, എന്തെങ്കിലും കാര്യത്തിലുള്ള ടാക്സ് ഇളവിനോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തിരിമറിക്കോ വേണ്ടിയിട്ടൊക്കെ ആവാം എന്നുള്ളൊരു സാധ്യത ഇതിനകത്ത് കാണുന്നുണ്ട്. ഈ പോണ്ടിച്ചേരി രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ വാങ്ങുന്നത് പോലെ മറ്റേതെങ്കിലുമൊക്കെ തരത്തിൽ ഇതിനെ ഉപയോഗിക്കാനുള്ള സാധ്യത നമുക്കറിയില്ല. നമുക്ക് ആലോചിക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊന്നും തോന്നിയെന്ന് വരില്ല. 4 വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ 4 അഡ്രസ്സ് വെച്ചിരിക്കും. അല്ല, അത് മാത്രമാകാൻ വഴിയില്ല. അപ്പോൾ ഈ പ്രിയൻ പറഞ്ഞതുപോലെ മറ്റേതോ ചില ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണോ ഈ 4 വോട്ടർ ID എടുത്തത്? ഒരാൾക്ക് ഇന്ത്യൻ യൂണിയനിൽ ഒരു വ്യക്തി ഒന്നിലേറെ ഇലക്ഷൻ വോട്ടർ ID സൂക്ഷിക്കുന്നത് കുറ്റകരമാണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണോ ഈ രീതിയിൽ ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള ചോദ്യം നമ്മൾ മുമ്പ് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇല്ലറ്ററേറ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പിന്നെ സമ്മതിക്കാം, അറിയില്ലായിരുന്നു. അതോടൊപ്പം 2019 ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ചൊരു സ്ഥാനാർത്ഥി കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഒന്നിൽ കൂടുതൽ കൈവശം വയ്ക്കാൻ പാടില്ല, അത് ശിക്ഷാർഹമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ട വ്യക്തിയുമാണ്. അപ്പോൾ അവിടെയാണ് ഇത് എന്തുകൊണ്ട് ഈ 4 സംസ്ഥാനങ്ങളിലും. അപ്പോൾ ഈ 4 സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് തമിഴ്നാട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കർമ്മ മേഖലയാണ്, ഹോംലാൻഡാണ്. ഹോംലാൻഡാണ്. അതുപോലെ തന്നെ ബാംഗ്ലൂർ അദ്ദേഹത്തിൻ്റെ, അവിടെയും ഈ പറഞ്ഞത് ഇവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ഥിര സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ്. ചിലപ്പോൾ വീടുകളും ഉണ്ടാവും, പക്ഷേ ID ഒരിടത്തല്ലേ ഉണ്ടാകും പാടില്ല. അതെ. അതേപോലെ തെലുങ്കാനയിൽ, അതെനിക്ക് തോന്നുന്നു അദ്ദേഹം തെലുങ്കാന സ്വദേശിയാണെന്ന് തോന്നുന്നു, അല്ലേ? ആന്ധ്രയാണെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ പഴയ ആന്ധ്രാപ്രദേശ് ആയിരുന്നു എനിക്ക് തോന്നുന്നത്. അല്ല, എന്തായാലും സിനിമാ നടനാവുമ്പോൾ ഈ സിനിമയുടെ ആവശ്യങ്ങൾക്കായിട്ട് എല്ലായിടത്തും പോകാനും എല്ലായിടത്തും ഈ 4 ഈ പറഞ്ഞ തെന്നിന്ത്യൻ സിനിമകളിൽ മലയാളം ഉൾപ്പെടെ ഇപ്പം മിഴി എന്ന് പറയുന്ന സിനിമയിലായിരുന്നു പൃഥ്വിരാജ് അഭിനയിച്ചത്. അതിനകത്ത് പൃഥ്വിരാജും പ്രകാശ് രാജും കൂടെയാണ്
അതെ. അതിനകത്ത് അഭിനയിക്കുന്നത്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ആരുടെ പ്രകാശ് രാജിന്റെ പെർഫോമൻസിൽ നമുക്ക് സംശയമില്ല, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അതിനകത്ത് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിനേക്കാൾ ഗംഭീര പെർഫോമൻസ് പ്രകാശ് രാജിന്റെ. ഇഷ്ടമാണ്. എനിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് പ്രകാശ് രാജ്. വളരെ മനോഹരമായിട്ട് അഭിനയിക്കുന്നു. പക്ഷെ നിലപാട് രാജ്യത്തിനെതിരായിട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അത്ര ഒരു വ്യക്തി ഇതിന് അവിടെയാണ് ഈ ഒരു വലിയൊരു ചോദ്യചിഹ്നം പ്രകാശ് രാജിന്റെ മുമ്പിൽ വരുന്നത്. പ്രകാശ് രാജിന്റെ വാക്കുകളെയൊക്കെ നമ്മളിപ്പം നമുക്ക് യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും പ്രകാശ് രാജിൻ്റെ വാക്കുകളെയും നിലപാടുകളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷെ ഇത്തരത്തിലൊരു 4 ID കാർഡ് അദ്ദേഹം എന്തുകൊണ്ട് ബോധപൂർവം കൈവശം വെച്ചു എന്നുള്ളതിന് എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇതൊരു പ്രകാശ് രാജിൻ്റെ അറസ്റ്റിലേക്ക് നീങ്ങാനാണ് സാധ്യത നമ്മളിപ്പോൾ കാണുന്നത്. അല്ലേ? അറസ്റ്റ് ചെയ്യപ്പെടും. അതെ. അപ്പോൾ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് കോടതി ഉത്തരവാണല്ലോ, അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് നോൺ ബെയിലബിൾ ആയിട്ടുള്ള അറസ്റ്റ് വാറണ്ടായിട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4Nലും കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.